ചില സ്ഥലങ്ങൾ നമ്മളെ ശബ്ദമില്ലാതെ തന്നെ സംസാരിപ്പിക്കും. ഒരാട്ടിടയനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയും കൂടി പറയാം. ഇന്ന് അങ്ങനെ ഒരു സ്വപ്നലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നീല നിറം തന്നെ കഥ പറയുന്ന ബ്ലൗസി. അപ്പൊ ഒട്ടും സമയം കളയണ്ട. വെൽക്കം ടു ബ്ലൗസി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഈ പ്ലേസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ തന്നെയാണ്. ആ ലേക്കിനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ കളർ ചേഞ്ച് ആവുമെന്നാണ് പറയണത്. ലൈറ്റ് ബ്ലൂ, ഡീപ്പ് ബ്ലൂ അങ്ങനെ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു കാറ്റ്, തണുപ്പ്, അതിലെ ഇലകൾ വന്ന് വീഴുന്നത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊരു വൈബായിരുന്നു. ലേക്കിൻ്റെ അടിയിലുള്ള സ്റ്റോൺസ്, വുഡ് ആൻഡ് പീസസ്, അതുമാത്രമല്ല ആ ലേക്ക് ഫുൾ ഫിഷുകളുണ്ട്. ഇതൊക്കെ പെർഫെക്റ്റ് ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫിൽട്ടർ ഓൺ ചെയ്ത പോലെ ഇരിക്കും, പക്ഷെ അത് ഫിൽട്ടറൊന്നും അല്ല കേട്ടോ, ഫുൾ നാച്ചുറലാണ്. ഈ ലേക്കിന് ചുറ്റും ഫോറസ്റ്റാണ്. കാറ് പാർക്ക് ചെയ്ത് ആ ഫോറസ്റ്റിനുള്ളിൽ കൂടെ കുറച്ച് നടക്കണം. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട്. അവർ നല്ല വാക്ക് വേ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ വരാനായിട്ട് ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ബ്ലൗസി നാച്ചർ പാർക്കിനുള്ളിലാണ്. സോ പ്ലേസ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ക്ലീൻ, നീറ്റ് ആൻഡ് പീസ്ഫുൾ. കുട്ടികൾക്ക് കളിക്കാൻ അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ 2 കഫേ ഉണ്ട്. അതുപോലെ ലേക്കിൻ്റെ നടുവിലൂടെ ബോട്ട് റൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ വെള്ളത്തിനടിയിൽ ഒരു കൽപ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനൊരു കഥയുണ്ട്. പണ്ട് കാലത്ത് ആ ലേക്കിനടുത്തൊരു പെൺകുട്ടി താമസിച്ചിരുന്നു. ആ പെൺകുട്ടി ഒരു ആട്ടിടയനുമായി പ്രണയത്തിലായി. അവർ രണ്ടാളും രാത്രികാലങ്ങളിൽ അവിടെ ബോട്ടിൽ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം ആ ആട്ടിടയൻ മലയുടെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടു. അതിനുശേഷം ആ പെൺകുട്ടി എല്ലാ രാത്രികളിലും ആ തടാകക്കരയിൽ വന്ന് കരയുമായിരുന്നു. അവളുടെ കണ്ണുനീര് വീണ് തടാകം നിറഞ്ഞുവെന്നും ഒടുവിൽ ദുഃഖം താങ്ങാനാവാതെ അവളും ആ തടാകത്തിൽ മുങ്ങി മരിച്ചു എന്നുമാണ് കഥ. പെൺകുട്ടിയുടെ കണ്ണുകളുടെ നീല നിറമാണ് തടാകത്തിന് ലഭിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്താല്ലേ, അങ്ങനെയും ഒരു കഥ. എന്തൊക്കെയായാലും ആ ലേക്ക് ഒരു അസാധ്യ ഭംഗിയാണ് കാണാനായിട്ട്. ആ ലേക്കിനകത്ത് നിറയെ ഫിഷുണ്ട്. എങ്ങനെയാണോ ആ ഫിഷുകളൊക്കെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ വെള്ളത്തിനടിയിൽ ആ മീൻ പോണത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ചു നേരം നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ബ്ലൗസി എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചയെല്ലാം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു.